ഈ വേനൽക്കാലത്ത് കുറേ ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഡീഹൈഡ്രേഷൻ. ഈ ഡീഹൈഡ്രേഷനും കിഡ്നി ഫെയിലറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. വേനൽക്കാലം കൊണ്ട് മാത്രമല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. ഈവൻ ഛർദി, വയറിളക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സമയം ശരീരം അമിതമായി വിയർക്കുകയും എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് വെള്ളത്തിന്റെ അളവ് കുറയുകയും അത് കിഡ്നിയിലേക്കും മറ്റുള്ള ഓർഗൻസിലേക്കുമുള്ള പെർഫ്യൂഷൻ കുറയ്ക്കുകയും ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള കിഡ്നിയുടെ എബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഇത് യാതൊരു ലക്ഷണമോ വേദനകളോ ഇല്ലാതെ തന്നെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന അവസ്ഥയിലേക്ക് വരെ നയിച്ചേക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ ലക്ഷണങ്ങൾ പുറത്ത് കാണുമ്പോഴേക്കും കിഡ്നിക്ക് ഡാമേജ് തുടങ്ങിയിട്ടുണ്ടാവും. മൂത്രത്തിന് നല്ല കടുത്ത മഞ്ഞ നിറം വരിക, ഒഴിക്കുന്ന മൂത്രത്തിന്റെ അളവ് പെട്ടെന്ന് കുറയുക, പിന്നെ തളർച്ച, ഇതൊക്കെ കണ്ടാൽ ഒന്ന് സൂക്ഷിക്കണം. അതിന് അത്ര നിസ്സാരമായി കാണരുത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡീഹൈഡ്രേഷൻ സൈലന്റായി കിഡ്നിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ദാഹം തോന്നാൻ നിൽക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്.